വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സഹായങ്ങൾ നൽകാൻ തയ്യാറാവാത്തതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ ഡിസംബർ 5-ന് LDF പ്രതിഷേധം. 5-ന് രാവിലെ 10:30 മുതൽ 1 മണി വരെയാണ് സമരം. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, എങ്ങനെയാണ് ഈ പ്രതിഷേധ പരിപാടി LDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്? LDF യോഗത്തിലാണ് ഈ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി LDF പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസംബർ 5-ാം തീയതി തന്നെ ഇത്തരത്തിലൊരു സമരം ഉണ്ടാകുമെന്നുള്ള കാര്യം LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ സമയം, അതോടൊപ്പം തന്നെ ഓരോ ജില്ലകളിലും ആരായിരിക്കും ഇതിന് നേതൃത്വം നൽകുക എന്നീ കാര്യങ്ങൾ അടങ്ങുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കൺവീനർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഡിസംബർ 5-ാം തീയതി രാവിലെ 10:30 മുതൽ 1 മണി വരെയാണ് ഈ ഒരു സമരപരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും മറ്റ് ജില്ലകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്ഭവന് മുന്നിൽ നടക്കുന്ന പ്രക്ഷോഭം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. കൊല്ലത്ത് TP രാമകൃഷ്ണൻ, അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ ആലപ്പുഴയിൽ ടീച്ചർ, കോട്ടയത്ത് ജയരാജ്, ഇടുക്കിയിൽ അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു, എറണാകുളത്ത് PC ചാക്കോ, തൃശൂരിൽ KP രാജേന്ദ്രൻ, വിജയരാഘവൻ, മലപ്പുറത്ത് ഇളമരം കരീം, കോഴിക്കോട് ശ്രേയംകുമാർ, വയനാട് അഹമ്മദ് ദേവർകോവിൽ, കണ്ണൂരിൽ EP ജയരാജൻ, കാസർഗോഡ് E ചന്ദ്രശേഖരൻ എന്നിവരായിരിക്കും ഈ സമരം ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സഹായം നൽകാൻ തയ്യാറാവാത്തതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന വിവേചനത്തിന്റെ ധർണയും LDF സംഘടിപ്പിച്ചിരിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ കേരളത്തിന് അർഹമായ സഹായങ്ങൾ നൽകാത്ത കേന്ദ്ര നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് LDF ഈ മാസം 5-ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാജ്ഭവനിലും ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിലുമാണ് പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിവരങ്ങളാണ് ഷീജ നൽകിയത്.